യോഗ പഠിച്ചത്. 4 വയസ്സ് മുതൽ ഇവൾ യോഗ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇവൾക്ക് 12 വയസ്സ്, 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൾ പഠിക്കാനൊരു കാരണം പറഞ്ഞാൽ, ഞാൻ മറ്റേ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ ഇവൾ വന്നിട്ട് ചെയ്യാൻ തുടങ്ങും. അത് കണ്ടിട്ട് എനിക്ക് ഇവളോടൊരു യോഗ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവളെ ഇത്രത്തോളം ഞാൻ എത്തിച്ച്. അതല്ലാത്ത ഇവൾ നാഷണലിൽ 4 തവണ ഗോൾഡ് മെഡൽ, യോഗയിൽ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, നോബൽ വേൾഡ് റെക്കോർഡ് ഇത്രയെല്ലാം ഇവൾ നേടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു രാവിലെ ഒരു പഠിപ്പിക്കുന്ന കഠിന അധ്വാനത്തോട് ഇവളൊരു റിസൾട്ട് കൊണ്ടുവന്ന്. എൻ്റെ പേര് അഭിജ്ഞ. ഞാൻ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ്. ഞാൻ യോഗ പഠിച്ചത് എൻ്റെ അമ്മേൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. 4 വയസ്സ് മുതൽ ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് യോഗ പഠിക്കാൻ. എൻ്റെ അമ്മയാണ് എൻ്റെ യോഗ ടീച്ചർ. അതുമാത്രമല്ല, എൻ്റെ അമ്മ ഇങ്ങനെ കുറേ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത് നോക്കിയിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ആ കുറച്ച് ഇൻട്രസ്റ്റിൽ അമ്മ കണ്ടു ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന്. ആരും നോക്കിയില്ല, അമ്മ പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ സ്റ്റാർട്ടായി. അങ്ങനെ എനിക്ക് യോഗയിൽ കുറേ ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റിൽ ഫുള്ള് 6ാം ക്ലാസ് ആകുമ്പോൾ ഒരു റെക്കോർഡ് വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ ഒരു റെക്കോർഡ് വാങ്ങിച്ചു. അതാണ് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും നോബൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. അത് വാങ്ങിച്ചിട്ട് 500ഓളം പ്രൈസെല്ലാം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതുമാത്രമല്ല, കുറേ ഇൻ്റർവ്യൂ അതെല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ചാനൽസ്, ഫ്ലവേഴ്സ്, അമൃത ചാനൽ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ റെഡ് കാർപ്പറ്റിലെല്ലാം പോയിട്ടുണ്ട്. മിടുമിടുക്കി, സംരംഭക, ഗ്രാൻഡ് ഫിനാൽ, അങ്ങനെ കുറേ കട്ടുറുമ്പ് അതെല്ലാം പോയിട്ടുണ്ട്. ഇനി എൻ്റെ ആഗ്രഹം എനിക്ക് യോഗ ടീച്ചറാവണം. അതുമാത്രമല്ല, എനിക്ക് ഗിന്നീസ് റെക്കോർഡ് വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിൽ തന്നെ ഞാൻ പഠിച്ചിട്ട് ഒരു ടീച്ചറായിട്ട് ഇങ്ങനെ ഒരു IAS ഓഫീസർ അങ്ങനെയെല്ലാം ആവണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിവിടെ യോഗ ഫോർ കിഡ്സ് പറഞ്ഞിട്ട് ഒരു യോഗ ക്ലാസ് നടത്തുന്നുണ്ട്. യോഗ ക്ലബ്ബാണ്. ഇതിനകത്ത് 60 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം രാവിലെ 5:40 എൻ്റെ വീട്ടിലെത്തും. 5:40 3.5 വയസ്സ് മുതൽ 30 വയസ്സുള്ള പിള്ളേരാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാവരും ജില്ലാതലത്തിൽ ഇതുവരെ പോയ കോമ്പറ്റീഷനിൽ ഇവരെല്ലാം ഫസ്റ്റ് ചാമ്പ്യനായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. അതല്ലാത്ത 4 കുട്ടികൾ നാഷണൽ ലെവലിൽ പോയിട്ട് ഗോൾഡ് മെഡൽ മേടിച്ചിട്ട് നമ്മളെ കാസർഗോഡിലേക്ക് പേര് തന്നിട്ടുണ്ട്. ബ്രീതിങ് എക്സസൈസ്, അതല്ലാത്ത അവരുടെ ഒരു ബ്രെയിന് മെമ്മറി പവറുള്ള ഒരു ആസനങ്ങൾ, അതല്ലാത്ത ഇവർക്ക് കാലിന് അസുഖമുള്ളത്, പിന്നെ ശരീരത്തിന് മാനസിക അസുഖമുള്ള ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു തരും. ഈ ഇത്രയും കുട്ടികൾ, എല്ലാ കുട്ടികളും നമ്മളടുത്ത് ബെനിഫിറ്റ് പറയുന്നുണ്ട്. എനിക്ക് ആ അസുഖം മാറി, ഈ അസുഖം മാറി. കുട്ടികൾ പഠിത്തത്തിൽ, ഈ നമ്മളെ ക്ലാസ്സിൽ വന്ന കുട്ടികൾ പഠിത്തത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവരും നല്ല റിസൾട്ടാണ് എക്സാമിലെല്ലാം. അതുപോലെ തന്നെ യോഗ പറഞ്ഞാൽ വെറും ഒരു കോമ്പറ്റീഷൻ അല്ലാത്ത, ആൾക്കാർക്ക് കാണാനുള്ള ഒരു മത്സരമല്ലാത്ത, നമ്മളെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് നല്ലൊരു മാർഗമാണ് യോഗ. ഡാൻസ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം എനിക്കൊരു ടീച്ചറായിട്ട് അങ്ങനെ ആവണമെന്നൊരാഗ്രഹമുണ്ട്. IAS ഓഫീസർ ആവണമെന്നൊരാഗ്രഹമുണ്ട്. അതുമാത്രമല്ല, ഞാൻ പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം നമ്പർ 1 സിപ്സിയാരി കാസർഗോഡ്, അവർക്ക് വേണ്ടിയിട്ടും പ്രൗഡായിട്ടുള്ള ഞാനാണ്. അതുമാത്രമല്ല, ഞാൻ സ്കൂളിൻ്റെയും കോമ്പറ്റീഷനിലൊക്കെ പോയിട്ടുണ്ട്. അതിലും
സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.